ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അസ്ലബ സുന്ദരമൂർത്തത്തിൽ കുട്ടികളുടെ മുത്തുനബി എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം പറയാൻ വിധി എഴുതിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 14-ാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉദിച്ച സമ്പൂർണ്ണ വ്യക്തിത്വത്തിന്റെ ആധാനങ്ങൾ ലോകമെങ്ങും പ്രകീർത്തിക്കപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പുണ്യപ്രവാചകന്റെ ജീവിതത്തിലെ വൈവിധ്യമാർന്ന ചില രംഗങ്ങളും ഏതൊരു മനുഷ്യനെയും ചിന്തിപ്പിക്കുക തന്നെ ചെയ്യും. തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ പ്രാകൃതരും കലചിത്രമായ അറബികളെ അന്ധകാരത്തിൽ നിന്നകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്തരത്തെയും കുരുട്ട് സ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയുമാക്കി അഗ്നലോക അധ്യാപനാക്കി വിനയത്തിന്റെ അടയാത്ത വിളക്കുകളാക്കി സുന്ദര സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കിയതിന്റെ റാഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ ഡോക്ടർ ബർണോദിസ പറഞ്ഞത്, ഐ ലൈക്ക് മുഹമ്മദ് നോട്ട് എ ലിബർമാൻ ബട്ട് ഓൾസോ എ സയന്റിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ്. ഞാൻ മുത്തുനബിയെ ഇഷ്ടപ്പെടുന്നു. മുത്തുനബി ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ഒരു ശാസ്ത്രീയനും ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളിലും പറക്കുന്ന പക്ഷികളിലും ഇഴയുന്ന ജന്തുക്കളിലും നീന്തുന്ന മത്സ്യങ്ങളിലും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളായി കലയിച്ചിരുന്ന ലോകജനതയെ ഏകോപന സഹോദരങ്ങളാക്കി കർത്തവരേക്കാൾ വെളുത്തവരോ അനേറബിയേക്കാൾ അറബിക്കോ സ്ഥാനം കൽപ്പിക്കാതെ ഹൃദയശുദ്ധി കൊണ്ട് സൃഷ്ടാവിലേക്ക് അടുക്കുന്നവരെ പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ സഹോത്സവം വിമോചനത്തിന്റെ പാത തെളിയിച്ച ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നാൽ ആ സ്വാധീനവും സമ്പത്തും ഭരണാധിപത്യവും സൈന്യവും കിരീടവും സ്വർണവും വെള്ളിയും മുത്തും മാണിക്യവും എല്ലാം കാലിന്റെ അടിയിലിരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മൺചുമരിന്റെ വീട്ടിൽ ഈന്തപ്പനക്കൂരക്ക് കൊഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് ചൂലുകൊണ്ട് അടിച്ച് വൃത്തിയാക്കി കീറപ്പായ വിരിച്ച് AC ഇല്ലാത്ത ഫാനില്ലാത്ത മരുഭൂമിയിൽ അന്തി ഉറങ്ങുന്ന രാജാക്കന്മാരുടെ രാജാവ് ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്ത ഭരണാധികളെ ഈ ലോകത്തുള്ളൂ. എന്നാൽ നാൽക്കാലികളെ പറ്റി സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസിയെയും സഹായിക്കുകയും സ്വന്തം കൈകൊണ്ട് ചെറുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത നേതാവ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തുല്യതയില്ലാത്ത സ്നേഹിക്കുകയും അതിനേക്കാൾ തുല്യതയില്ലാത്ത സ്നേഹം പകർന്നു നൽകുകയും ചെയ്ത ഒരു നേതാവ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ആദമിന്റെ ശാസ്ത്രീയതയും നൂഹിന്റെ ധൈര്യവും സ്വാലിഹിന്റെ വാഗ്മയവും ഇസ്ഹാഖിന്റെ അർപ്പണവും ഇബ്രാഹിമിന്റെ വിശ്വസ്തതയും ലൂത്തിന്റെ വിജ്ഞാനവും ഇദ്രീസിന്റെ തത്വജ്ഞാനവും ദാവൂദിന്റെ സന്മാനവും ഈസയുടെ സമീപനവും മൂസയുടെ പ്രജ്ഞാശീലവും യൂസഫിന്റെ സംരക്ഷണകതയും സുലൈമാൻ നബിയുടെ രാജകീർത്തിയ പ്രൗഢിയും എല്ലാം ഒത്തുചേർന്ന ഒരു നേതാവ് ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിൽ നിന്നല്ലെന്ന് തെളിയിച്ച പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി ശീതളക്കാറ്റിന്റെ മണ്ണിൽ ശിഷ്കാലമേറ്റി മദീന മുന്നവറയിൽ അന്തി ഉറങ്ങുന്ന ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെ കുറിച്ച് പഠിക്കുവാനും ആ തങ്ങളോട് മുഹബ്ബത്ത് വെക്കുവാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.